ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നോക്കിയേ, സീ ദീസ് പിക്ചേഴ്സ്. 4 പിക്ചറുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്മാൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ. If we continue the pattern of pictures, are the sequence above arithmetic sequences. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, 4 പിക്ചേഴ്സ് ഇതാ തന്നിരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഹൗ മെനി സ്മാൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ അല്ലേ. ഓരോ ചിത്രത്തിലും എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എണ്ണി എടുക്കാമല്ലോ. ഇവിടെ എത്ര സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയർ. ഇവിടെ എത്രയുണ്ട്, 1 2 3 4. ഇവിടെ എത്രയുണ്ട്, 1 2 3 4 5 6. ഇവിടെ എത്രയുണ്ട്, 1 2 3 4 5 6 7 8. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. ഇവിടെ ലാർജ് സ്ക്വയേഴ്സ് വല്ലതും ഉണ്ടോ. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിളാ, സ്ക്വയർ അല്ല വരുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ ലാർജ് സ്ക്വയർ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 0 എന്ന് എഴുതാം. സെക്കൻഡ് പിക്ചറിൽ എത്ര സ്ക്വയർ ഉണ്ട്, വലിയ സ്ക്വയർ 1 സ്ക്വയർ ഉണ്ട് അല്ലേ. ഇങ്ങനെ വലിയൊരു സ്ക്വയർ അല്ലേ, അപ്പോൾ എത്രയായി, 1. തേർഡിൽ എത്ര ഉണ്ട് നോക്കിയേ, ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഇവിടെ ഇതൊരു ലാർജ് സ്ക്വയർ ആണ് അല്ലേ, 1 ഉണ്ട്. പിന്നെ അതെ ഇവിടുന്ന് തുടങ്ങാമല്ലോ, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരുന്നത് ഒരു സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ മൊത്തം എത്ര സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്. അടുത്തത് ഫോർത്ത് പിക്ചറിൽ എത്ര ഉണ്ട്, ഒരറ്റത്തു നിന്ന് നോക്ക്. ഇവിടുന്ന് വരുമ്പം ഒരു സ്ക്വയർ 1, ഇവിടുന്ന് വരുമ്പം 2, ഇവിടുന്ന് വരുമ്പം 3. മൊത്തം എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്, 3 സ്ക്വയർ ഉണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നേ, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ. ഈച്ച് പിക്ചറിലും മൊത്തം എത്ര സ്ക്വയർ ഉണ്ട്. വലുതെന്നോ ചെറുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, മൊത്തം എത്ര സ്ക്വയേഴ്സ് ഉണ്ട്. കണ്ടുപിടിക്കുക എളുപ്പം അല്ലേ. നമ്മൾ കണ്ട ചെറിയ സ്ക്വയറിന്റെ എണ്ണം എഴുതി, വലിയ സ്ക്വയറിന്റെ എണ്ണം എഴുതി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ. പിന്നെ ആദ്യം തൊട്ട് എണ്ണം ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പിക്ചറിലും മൊത്തം എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ എത്ര സ്ക്വയർ ഉണ്ട്, മൊത്തം 2. ഈ 0 + 2 ചെയ്താൽ മതി. അടുത്ത എത്ര ഉണ്ട്, 4 ചെറുതും ഉണ്ട് ഒരു വലുതും ഉണ്ട്. ഇതാണ് 4 + 1 5. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, ഈ പിക്ചറിൽ ചെറുതും വലുതും. ചെറുത് 6 എണ്ണം ഉണ്ട്, വലുത് 2 എണ്ണം ഉണ്ട്, അപ്പം 8. ഫോർത്ത് പിക്ചറിൽ ചെറുത് 8 എണ്ണം ഉണ്ട്, വലുത് 3 എണ്ണം ഉണ്ട്. സോ 11 സ്ക്വയേഴ്സ് ഉണ്ട്. ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്താണ്, ഇഫ് വി കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ് ആർ ദ സീക്വൻസസ് എബോവ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്തു പോയാൽ എന്തായിരിക്കും, അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കുമോ നമുക്ക് കിട്ടുന്നത് എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് കണ്ടിരിക്കാം, നമുക്ക് ഈ 3 സീക്വൻസിൽ എന്ത് ചെയ്താൽ മതി, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നറിയാൻ എന്താ ചെയ്യേണ്ടേ, കോമൺ ഡിഫറൻസ് നോക്കിയാൽ മതി. കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും, അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ഫസ്റ്റ് സീക്വൻസിലെ നമുക്ക് കോമൺ ഡിഫറൻസ് എടുത്ത് നോക്കാം. എങ്ങനെ കോമൺ ഡിഫറൻസ് എടുക്കുന്നത്, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 4 - 2 = 2. ഇവിടെ എന്ത് വരും, പിന്നെയും 6 - 4 എന്ത് വരും, 2. 8 - 6 2. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. അപ്പൊ എന്താണ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ എന്താ പറയണം, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, രണ്ടാമത്തെ നമുക്ക് നോക്കിയാലോ. രണ്ടാമത്തെ സീക്വൻസ് എന്താണ്, 0 1 2 3. ഇതാണ് രണ്ടാമത്തെ സീക്വൻസ്. കോമൺ ഡിഫറൻസ് എടുത്ത് നോക്കാം. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കണം. 1 - 0 എന്ത് വരും, 1.
2 minus 1. 2 minus 1 എന്ത് വരും? 1. 3 minus 2 എന്ത് വരും? 1. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 1 കിട്ടി അല്ലേ? അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി മൂന്നാമത്തെ സീക്വൻസ് ദേ ഇതാണ്. 2, 5, 8, 11. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 5 minus 2 ഈസ് ഈക്വൽ ടു 3. നെക്സ്റ്റ് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. 8 minus 5 ഈസ് ഈക്വൽ ടു 3. 11 minus 8 ഈസ് ഈക്വൽ ടു 3. കോമൺ ഡിഫറൻസ് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. In the picture below, the perpendiculars drawn from the bottom line are equally spaced. Show that the sequence of the heights of the perpendiculars on continuing this form an arithmetic sequence. Hint എന്താണ് പറഞ്ഞേക്കുന്നത്? Draw perpendicular from the top of each perpendicular to the next perpendicular. അപ്പോൾ പിക്ചർ നോക്കിയേ, ഇതാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പെർപെൻഡിക്കുലർ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ എന്താണ്? പെർപെൻഡിക്കുലേഴ്സ് ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ? ഈ പെർപെൻഡിക്കുലർ എന്താണ്? ഈക്വലി സ്പേസ്ഡ് ആണ്. അപ്പൊ ഈ സ്പേസുകളെല്ലാം ഈക്വൽ ആണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഹൈറ്റ്, ഈ പെർപെൻഡിക്കുലർസിന്റെ ഹൈറ്റ് എല്ലാം എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നാണ് പറഞ്ഞത്. ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഹിന്റ് തന്നിട്ടുണ്ട്. ഈ പെർപെൻഡിക്കുലറിന്റെ ടോപ്പിൽ നിന്നും നെക്സ്റ്റ് പെർപെൻഡിക്കുലറിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം അല്ലേ? നമുക്ക് ആദ്യം ആ ഹിന്റ് ചെയ്യാം. ഈ ഒരു പെർപെൻഡിക്കുലർ വന്നു, ഫസ്റ്റ് പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് പെർപെൻഡിക്കുലറിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. എല്ലായിടവും വരയ്ക്കാം. വരച്ചല്ലോ. വരച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എല്ലാം ഓരോ ട്രയാങ്കിൾ കിട്ടി അല്ലേ? ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണ് എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ? കാണുമ്പോൾ തന്നെ നമുക്കറിയാം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇനി നമുക്ക് ഈ ഹൈറ്റുകളല്ലേ കിട്ടണ്ടേ? ഈ ഹൈറ്റുകൾ കിട്ടിയാലല്ലേ നമുക്ക് എന്താണ് അത് സീക്വൻസ് നോക്കിയിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് പറയാനൊക്കത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? നമുക്ക് ഇവിടം തൊട്ടുള്ള ഹൈറ്റ് ഓരോന്നിനും കിട്ടണം. ഇപ്പൊ ലെന്ത് നമുക്ക് അറിയത്തില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ലെന്ത് എക്സ് എന്ന് എടുക്കുന്നു ഞാൻ. ഓക്കെ, അപ്പൊ ഇത് ഈക്വലി സ്പേസ്ഡ് ആണല്ലോ. അപ്പൊ അതെ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെ എന്ത് വരും? ഇവിടം വരെയുള്ള ലെന്ത് എക്സ്. സെയിം എല്ലാത്തിൻ്റെ ഇവിടെ വരെയുള്ള ലെന്ത് എന്ത് വരും? എക്സ് കിട്ടും. അപ്പൊ ഇവിടെ വരെ കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം? ഈ മേപ്പോട്ടുള്ള ലെന്ത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ഈ ട്രയാങ്കിൾ ഇത് ഈക്വലി സ്പേസ്ഡ് ആണെന്ന് പറയുമ്പം ഈ സൈഡ് ഈക്വൽ ആണ് അല്ലേ? ഈ ഒരു സൈഡ് എല്ലാത്തിൻ്റെ ഈക്വൽ അല്ലേ? ഇവിടെയും ഇവിടെയും ഇവിടെയെല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഒരു സൈഡ് എല്ലാം ഈക്വൽ. ഇനി നോക്കിയതേ ഈ ഒരു സൈഡ് ഉണ്ട്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ഈക്വലി സ്പേസ്ഡ് ആണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ ഒരു പാരലൽ ലൈൻസ് ആണല്ലോ അതേ വരുന്നത്. ഇങ്ങനെ പാരലൽ ലൈൻസ് ആണ് വരുന്നത് അല്ലേ? ഈ പാരലൽ ലൈൻസിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കുക. അതാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ. പാരലൽ ലൈൻസ് ആണെങ്കിൽ ഈക്വലി ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പൊ ഈ ഡിസ്റ്റൻസ് ഈ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ ട്രയാങ്കിളിന്റെയും ഈക്വൽ ആണ്. അപ്പൊ നോക്കിയാൽ നമുക്ക് കിട്ടിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. ഇതെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ ഈ ആംഗിൾസ് എല്ലാം സെയിം ആണ്. ഈ സൈഡും ഈക്വൽ ആണ്, ഈ സൈഡും ഈ സൈഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഹൈറ്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? ആണല്ലോ. അപ്പൊ ദേ ഈ ഹൈറ്റുകളെല്ലാം ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. ഈ ഹൈറ്റുകളെല്ലാം ഈക്വൽ ആണെങ്കിൽ നമുക്ക് അവയെ y എന്നെടുക്കാം. എല്ലാത്തിൻ്റെ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഒരേപോലാണ്. അവ നമ്മൾ y എന്ന് എടുക്കും. ഓക്കെ,
അപ്പോൾ y എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ലെന്ത് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ എടുക്കാം അല്ലേ? ഇവിടം തൊട്ട് ഇവിടെ വരെ ഉള്ളതിന്റെ എങ്ങനെ എടുക്കാം? ഇവിടം തൊട്ട് ഇവിടെ വരെ എക്സ് ആണ്. പിന്നെ ദേ ഇവിടം തൊട്ട് ഇവിടെ വരെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഒരു y ആയിക്കൂടെ? ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വരെ എന്താണ്? y ആവും അല്ലേ? പിന്നെ ഇതെന്ത് വരും? ഇവിടെ വരെ y ആയതുകൊണ്ട് ഇതും y ആണ്, ഇതും y ആണ്. ഇവിടെയും y ആണ്, ഇവിടെയും y ആണ്. അപ്പൊ നമുക്ക് എല്ലായിടവും കിട്ടി, ഇവിടെയും കിട്ടി അല്ലേ? അപ്പൊ എല്ലാ ലൈനിന്റെയും ലെന്തിന്റെ ഇത് നമുക്ക് കിട്ടി. ഇതിനി നമുക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇങ്ങനെ എഴുതാം, ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം ദ top of each to the next. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് അല്ലേ? പെർപെൻഡിക്കുലർ വരച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് പെർപെൻഡിക്കുലറിന് നമ്മൾ എക്സ് എന്ന് എടുത്തു. അപ്പൊ എന്ത് എഴുതണം? ലെങ്ത് ഓഫ് ഫസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ എന്താണ്? എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് സെക്കൻഡ് പെർപെൻഡിക്കുലർ ലൈൻ എങ്ങനെ വരും? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി പോരെ? അപ്പം എന്ത് വരും? എക്സ് പ്ലസ് വൈ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് നമുക്ക് താപ്പോട്ടുള്ളതെല്ലാം ഇത് ആഡ് ചെയ്ത് എഴുതാമല്ലോ. തേർഡ് പെർപെൻഡിക്കുലർ ലൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് വൈ. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ഫോർത്ത് perpendicular line equal to x plus y plus y plus y. Next fifth വരെ ഉണ്ടല്ലേ? fifth perpendicular line x plus y plus y plus y plus y. ഓക്കെ, ഇനി എന്ത് പറഞ്ഞേക്കുന്നത്? നമുക്ക് എല്ലാത്തിൻ്റെയും ലെന്ത് കിട്ടി. ഇത് അരിത്തമാറ്റിക് സീക്വൻസിലാണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടിയ സീക്വൻസിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താലോ? എക്സ് കോമ എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് വൈ പ്ലസ് വൈ നമുക്ക് എങ്ങനെ എഴുതാം? 2y എന്ന് എഴുതാം. കോമ എക്സ് പ്ലസ് 2y കോമ ഇതെങ്ങനെ എഴുതും? എക്സ് പ്ലസ് 3y എക്സ് പ്ലസ് 4y. ഇനി ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നറിയാൻ ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കണം. അപ്പൊ എന്ത് കിട്ടും? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? കോമൺ ഡിഫറൻസ് ആ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തിടും? എക്സ് പ്ലസ് വൈ മൈനസ് എക്സ്. ഈ എക്സും ഈ എക്സും കൂടെ ക്യാൻസൽ ആയി പോയാൽ നമുക്ക് എന്ത് കിട്ടും? വൈ. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ എന്ത് വരും? തേർഡ് ടേം എന്താ? എക്സ് പ്ലസ് 2y മൈനസ് എക്സ് പ്ലസ് വൈ. ഇപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് പ്ലസ് 2y മൈനസ് എക്സ് മൈനസ് വൈ. പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസൽ ആയി പോകും. പിന്നെ എന്ത് വരും? 2y മൈനസ് വൈ. അപ്പൊ എന്ത് കിട്ടും? വൈ. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് എല്ലായിടും എന്തെന്ന് കിട്ടി? y എന്ന് കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹിയർ common difference is equal to y. അങ്ങനെ എന്ത്? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore the sequence form an arithmetic sequence. ഓക്കെ, ക്ലിയർ? അപ്പോൾ പേജ് നമ്പർ 13 എക്സർസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.